ഇനി നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 1.5ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് യു ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ ഇഫ് എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറൻറ്റ് ഫ്രം 60 ഡിഗ്രി വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ, അതായത് എല്ലാ ട്രയാങ്കിൾസിൻ്റെയും കൂടെ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ ഡിഫറൻറ്റ് ഫ്രം 60 ഡിഗ്രി. അതായത് ഇതാണ് എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ അറ്റ്ലീസ്റ്റ് വൺ ആംഗിൾ 60 ഡിഗ്രിയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം എവിടെ വരും? സെറ്റ് എയിൽ വരും. അതായത് ഒരാംഗിൾ 60യിൽ നിന്ന് ഡിഫറൻ്റ് ആകാം, രണ്ട് ആംഗിൾ 60യിൽ നിന്ന് ഡിഫറൻ്റ് ആകാം, മൂന്ന് ആംഗിൾസും 60യിൽ നിന്ന് ഡിഫറൻ്റ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ട്രയാങ്കിൾസും എയിൽ വരും. ബാക്കിയുള്ളതെല്ലാം എവിടെ വരും? എയ്ക്ക് വെളിയിൽ വരും. അപ്പം എല്ലാം ഡിഫറൻ്റ് ആയിട്ട് വരുമ്പോൾ 60 ഡിഗ്രിയിൽ നിന്ന് ഡിഫറൻ്റ് ആകാത്ത ട്രയാങ്കിൾസ് ഏതായിരിക്കും? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ് സെറ്റ് എയ്ക്ക് വെളിയിലും വരും. അറ്റ്ലീസ്റ്റ് വൺ ആംഗിളെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ളത് സെറ്റ് എയ്ക്കകത്തും വരും. മനസ്സിലായല്ലോ? അപ്പം സെറ്റ് എ എന്ന് പറയുന്നത് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് എയ്ക്ക് വെളിയിലുള്ളതെല്ലാം എ കോംപ്ലിമെൻ്റ് ആണ്. അതിപ്പോൾ എന്തായിരിക്കും? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എ കോംപ്ലിമെൻ്റ് എന്തെഴുതാം? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യു മൈനസ് എ എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ യു മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ഈച്ച് ഓഫ് ദി ഫോളോയിങ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആക്കാൻ വേണ്ടി നമ്മളിത് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്ത് വരും? നമുക്ക് വെൻ ഡയഗ്രാം വരച്ച് തന്നെ നോക്കാം. ദിസ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്, ദിസ് ഈസ് സെറ്റ് എ. അപ്പം ഈ എയും അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. എയും എ കോംപ്ലിമെൻറ്റും കൂടെ ഉള്ള യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. ദാറ്റ് ഈസ് യു. അടുത്തത് ഫൈ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. അപ്പോൾ ഫൈ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഫൈ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ യു ആണ് അല്ലേ? അതായത് ഒരു സെറ്റിനകത്തെ ഫൈ കോംപ്ലിമെൻറ്റ്, ഫൈ എന്ന് വെച്ചാൽ നൾ സെറ്റ് ആണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? യു ആണ് അല്ലേ? അപ്പോൾ യു ഇൻ്റർസെക്ഷൻ എ എന്ന് നമുക്ക് എടുക്കാം. യു ഇൻ്റർസെക്ഷൻ, അതായത് യൂണിവേഴ്സൽ സെറ്റും എയുടെയും കൂടെ ഇൻ്റർസെക്ഷൻ എന്ത് വരും? എ തന്നെ വരും. യൂണിവേഴ്സൽ സെറ്റും എയും കൂടെ എടുത്താൽ രണ്ടിലെയും കൂടെ എലമെൻറ്റ്സ് കോമൺ ആയിട്ട് വരുന്നത് എയിലതായിരിക്കും. അപ്പോൾ ഇതെന്ത് വരും? എ എന്ന് നമുക്ക് എഴുതാൻ വരും. അടുത്തത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്, അതെന്ത് വരും? എയും എ കോംപ്ലിമെൻറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ. ഇതാണ് എ എന്ന് പറയുന്നത്. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള പോർഷൻ. രണ്ടിനും കൂടെ ഇൻ്റർസെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നൾ സെറ്റ് ആണല്ലേ? അപ്പോൾ നമുക്ക് ഫൈ എന്ന് എഴുതാം. അടുത്തത് യു കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. യു കോംപ്ലിമെൻ്റ് എന്താ? യു എന്ന് പറയുന്നത് ഈ മുഴുവൻ സെറ്റാണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താ? ഫൈ ആണ്. അപ്പോൾ ഫൈ ഇൻ്റർസെക്ഷൻ എ. ഫൈയും ഫൈയുടെയും എയുടെയും കൂടെ ഇൻ്റർസെക്ഷൻ എന്ത് വരും? ഫൈ തന്നെ വരും, അതായത് നൾ സെറ്റ് തന്നെ വരും. അതായത് നൾ സെറ്റിനും എയ്ക്കും കൂടെ ഇൻ്റർസെക്ഷൻ ആയിട്ട് ഒന്നും വരത്തില്ല, നൾ സെറ്റ് തന്നെയാണ് വരിക. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ എക്സസൈസ് 1.5 ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.